തേന്മാവിൻ കൊമ്പത്ത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. കല്യാണത്തിന്റെ ഒരുക്കങ്ങൾക്ക് എവിടം വരെയായി? ടെൻഷനായി തുടങ്ങിയോ? പാറുവിനെ പോലൊരു മകളോടൊപ്പോ ഞങ്ങൾ എന്താണ് മാഡം പേടിക്കുന്നേ? എല്ലാ ഉത്തരവാദിത്വവും അവൾ ഏറ്റെടുത്തു എന്ന് മാത്രമല്ല കൃത്യമായി നിറവേറ്റുകയും ചെയ്തു. ഞങ്ങൾ കല്യാണത്തിന്റെ മേൽനോട്ടം മാത്രം വഹിച്ചാൽ മതി. ഞങ്ങളുടെ മകൻ കുടുംബത്തോട് ചെയ്ത ദ്രോഹത്തിന് പാറുവിന വില കൊടുക്കേണ്ടി വന്നത്. എന്തിനാ സന്തോഷിക്കാനുള്ള അവസരത്തിൽ അവന്റെ പേര് പറയുന്നേ? നമുക്കങ്ങൊരു മകനില്ലാന്ന് നമ്മൾ തീരുമാനിച്ചതല്ലേ? പോട്ടെ, അമ്മയുടെ മനസ്സല്ലേ, മകനെ ഓർക്കാതിരിക്കാൻ പറ്റുമോ? നിന്നോട് ഇങ്ങനെ സംസാരിച്ചാലൊന്നും ശരിയാവില്ല. പിടിച്ചു വലിച്ചു കൊണ്ടുപോകണം. വാ വാ ഇങ്ങോട്ട്. വാ വീണ്ടാതെ വാടി. വാ വാ. വേണ്ട അച്ഛാ, നിങ്ങളുടെ മോളെ കണ്ടോ? നീ എന്താ നോക്കി നിൽക്കുന്നു? എന്നും അമ്മയെ കാണണം അച്ഛനെ കാണണമെന്നും പറഞ്ഞ് സങ്കടം പറയാറില്ലേ? ഇപ്പൊ നേരിട്ട് കണ്ടപ്പോ ഒന്നും പറയാനില്ലേ? അവൾ നമ്മളെ പെട്ടെന്ന് കണ്ടതിന്റെ ഞെട്ടലിലാണെന്ന് തോന്നുന്നു. ഞങ്ങളിങ്ങോട്ട് വരുന്ന കാര്യം മോളെ വിളിച്ച് പറയാൻ ശ്രമിച്ചതാ. അപ്പൊ നീ ഫോൺ എടുത്തില്ല. ഞാൻ കുറച്ചു നേരത്തെ ഇറങ്ങിപ്പോയി. ഞങ്ങൾ ഇവിടെയുള്ള എല്ലാവരെയും കല്യാണം ക്ഷണിക്കാൻ വന്നതാ. നീ എന്താ ഞങ്ങളെ ഒന്ന് നേരെ നോക്കുക പോലും ചെയ്യുന്നില്ലല്ലോ? ഞങ്ങളോട് പിണങ്ങിയിരിക്കുവാണോ? ഇതെന്ത് കോലോ മോളെ? മുടി ചീവിയിട്ടില്ല, ഒരു പൊട്ടുപോലും വെച്ചിട്ടില്ല. മോളെ പാറു, നീ എന്തിനാ കരയുന്നേ? എന്തു പറ്റി മോളെ? കരയില്ലേ പാറു? മോളെ എന്താ പ്രശ്നമെന്ന് പറ. എന്തിനാ നീ കരയുന്നേ? പേടിക്കാനൊന്നുമില്ല. ഇത്രയും കാലം നിങ്ങളെ ഒന്നും കാണാതെ അവളിവിടെ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുകയായിരുന്നില്ലേ? പെട്ടെന്ന് നിങ്ങളെ കണ്ടപ്പോ ഉള്ളിലുള്ള വിഷമം മുഴുവൻ പുറത്തേക്ക് വന്നതായിരിക്കും, അല്ലേ പാറു? അത്രേ ഉള്ളോ? ഞാൻ പേടിച്ചു പോയി. മോളെ ഞങ്ങളെന്തായാലും വന്നില്ലേ? ഇനിയും കുറച്ചു ദിവസം നിന്റെ കൂടെ കഴിഞ്ഞിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ. പോരെ? എന്താ മോളെ ഇത്? നീ നല്ല ധൈര്യമുള്ള കുട്ടിയല്ലേ? ഇങ്ങനെ കരഞ്ഞാൽ എങ്ങനെ ശരിയാവുക? നീ അമ്മയൊന്ന് നോക്കിക്കേ. മോക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തുണ്ടെങ്കിലും അമ്മയോട് ധൈര്യമായിട്ട് പറയേ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഒരു പ്രശ്നമില്ല. നിനക്ക് ഞങ്ങളെ കാണണമെന്ന് ഇത്ര ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് ഫോൺ ചെയ്താൽ പോരായിരുന്നോ? ഞങ്ങൾ ഓടി വരില്ലായിരുന്നോ? നിന്നേക്കാൾ വലുതായി ഞങ്ങൾക്ക് എന്താ മോളെ ഉള്ളത്? ഇത്ര ആൾക്കാർ നിന്റെ കൂടെ ഉള്ളപ്പോ നീ കരയാൻ പാടുണ്ടോ? ഞങ്ങൾ ആരൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ കൂടെ ഉണ്ടാകുന്നതിന്റെ സന്തോഷം വേറെ ആയിരിക്കുമല്ലോ. ഇത് ആനന്ദ കണ്ണീരായി കണ്ടാ മതി. അല്ല, നിങ്ങൾ രാത്രി മുഴുവൻ യാത്ര ചെയ്തിട്ടല്ലേ വരുന്നത്? നല്ല ക്ഷീണം കാണും, കുളിച്ച് ഫ്രഷ് ആയിക്കോളൂ. ആദ്യം ഇവളോടൊന്ന് കുളിക്കാൻ പറ മാഡം. ഇവളുടെ കോലം കണ്ടില്ലേ? ദേവകിയമ്മ പറഞ്ഞതിലും കാര്യമുണ്ട്. പാറുവിനെ കണ്ട നല്ല ക്ഷീണം തോന്നിക്കുന്നുണ്ട്. കുറച്ചു ദിവസമായിട്ട് ഇവൾക്ക് അസുഖമായിരുന്നു മാഡം. ചിലപ്പോ അതിന്റെ ക്ഷീണമായിരിക്കും. നിനക്കെന്താ അസുഖം? ഒന്നല്ല, ചെറിയൊരു തലകർക്കുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പൊ മാറി. ശരി, നിങ്ങൾ പാറുവിനെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിക്കോളൂ. അവളൊന്ന് ഫ്രഷ് ആവട്ടെ. ശരി മാഡം. നിങ്ങള് ഗസ്റ്റ് റൂമിലേക്ക് ചെന്നോളൂ, അവിടെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ശരി മാഡം. വാ. അച്ഛനമ്മയും പെട്ടെന്ന് കണ്ടപ്പോ ഞാനാകെ തകർന്നുപോയി. പക്ഷെ ഇനി ഒരിക്കലും അങ്ങനെ സംഭവിക്കരുത്. അവര് തിരിച്ച് നാട്ടിലേക്ക് പോകുന്നത് വരെ എത്ര വിഷമം തോന്നിയാലും
പുറത്ത് കാണിക്കരുത്. അച്ഛനും അമ്മയ്ക്കും ഒരു സംശയം തോന്നരുത്. ചേട്ടനാണല്ലോ. പാറു, ഇപ്പളാ എന്റെ കുട്ടിയെ കാണാൻ ഒരു ഐശ്വര്യം തോന്നുന്നത്. ഫോൺ വിളിക്കുന്ന കേട്ടില്ല, എടുത്ത് സംസാരിക്ക്. പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് വരുന്ന ഫോണാമ്മേ. ആരെങ്കിലും ലോണ് വേണമെന്നൊക്കെ ചോദിക്കാൻ വിളിക്കുന്നതായിരിക്കും. എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ആ ശരി. അതെ, നീ വേഗം വാ, അച്ഛനെ നിന്നോടെന്തോ സംസാരിക്കണോന്ന്. ആ ശരി. ആ, നോക്കി നിൽക്കാതെ വേഗം വാ. ദാ വരുന്നു. ലക്ഷ്മിയുടെ കല്യാണത്തിന് 2 ദിവസം മുമ്പ് തന്നെ മാഡം വരണം. ഞങ്ങളുടെ കുടുംബത്തിലെ ആളായിട്ട് എല്ലാത്തിനും കൂടെ നിൽക്കണം. ഉറപ്പായും. നിന്റെ കൂട്ടുകാരികൾക്കൊക്കെ നീ തന്നെ വേണം ക്ഷണക്കത്ത് കൊടുക്കാൻ. ഐഷു എവിടെ പോയി? അവള് പരീക്ഷ കഴിഞ്ഞതുകൊണ്ട് നാട്ടിലേക്കൊന്ന് പോയിരിക്ക. അധികം വൈകാതെ തിരിച്ചു വരും. ആ, ശരി. ആ, ഐഷയ്ക്ക് പിന്നെ കൊടുക്കാം. ദേ, ഇവർക്ക് ഇപ്പൊ തന്നെ ക്ഷണക്കത്ത് കൊടുക്ക. ഞങ്ങൾക്ക് ക്ഷണക്കത്ത് തരേണ്ട കാര്യമൊന്നും ഇല്ലമ്മേ. ഭൂമിക മാഡത്തിനെ ക്ഷണിച്ച ഞങ്ങളെയും ക്ഷണിച്ചതുപോലെ തന്നെയാ. എന്നാലും ഒരു മര്യാദയ്ക്ക് ക്ഷണക്കത്ത് തരേണ്ടതല്ലേ? ഈ കല്യാണത്തിന് നിങ്ങൾ പാറുവിന് ക്ഷണക്കത്ത് കൊടുത്തോ? ഇല്ലല്ലോ. കാരണം അവള് നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗമായതുകൊണ്ടല്ലേ. അപ്പൊ ഞങ്ങളും നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗമല്ലേ. അയ്യോ, ലക്ഷ്മി ചേച്ചി ഞങ്ങളുടെയും ചേച്ചി തന്നെയാ. കല്യാണത്തിനോട് നടന്ന് ജോലി ചെയ്യേണ്ടത് ഞങ്ങള് തന്നെയാ. അതുകൊണ്ട് ഞങ്ങൾക്ക് ക്ഷണക്കത്ത് തന്ന് ഞങ്ങൾ അന്യരാക്കരുത്. മോള് പറഞ്ഞതിലും കാര്യമുണ്ട്. പാറു, നിന്നെ കാണാൻ നിന്റെ ഏട്ടനും ഏട്ടത്തിയമ്മയും വന്നിട്ടുണ്ട്. അവര് പുറത്ത് കാത്തു നിൽക്കുക. നീ വരുന്നുണ്ടെന്ന് പറയട്ടെ. ആരാടി വന്നിരിക്കുന്നത്? ആ, പാറു ജോലി ചെയ്യുന്ന കമ്പനിയിലെ എല്ലാവരെയും സ്വന്തം ചേട്ടന്മാരെ പോലെ അവള് കാണുന്നേ. അപ്പൊ അവരുടെ ഭാര്യമാര് ഏട്ടത്തിമ്മമാരാവില്ലേ? അത്രേ ഉള്ളൂ. ആ, സ്വന്തം ഏട്ടനാണോ അല്ലയോ എന്നൊന്നും ഞാൻ ചോദിച്ചില്ല. നീ എന്തിനാ ഓടുന്നേ? ഒന്നാമത് നിനക്ക് വയ്യാതിരിക്കുക. നീ എന്താ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത? അതൊക്കെ ഞാൻ പിന്നെ പറയാം. ആദ്യം ഏട്ടത്തെമ്മയും കുട്ടിയേട്ടൻ വേഗം പോകാൻ നോക്ക്. ഇവിടെ നിക്കണ്ട. എന്ത് പറ്റി? അയ്യോ ചേട്ടാ, അത്